പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഹേണിയുടെ യാത്ര. ഈ കഥ കേൾക്കൂ. ഹേണി വേഴാമ്പൽ കുഞ്ഞ് സഹോദരങ്ങളോടൊപ്പം വലിയ പൊത്തിൽ വായും പൊളിച്ച് കാത്തിരിക്കുകയാണ്. അച്ഛൻ വേഴാമ്പൽ കൊണ്ടുവരുന്ന പുഴുക്കളും മറ്റു പ്രാണികളും ആർത്തിയോടെ തിന്നാൻ ചെറുകിളികളെയും കൊണ്ടുവരാറുണ്ട്. ഇന്ന് മടങ്ങി വന്ന അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു. ഈ കൂട് പഴയതുപോലെ സുരക്ഷിതമല്ല. കുറച്ചകലെ മനുഷ്യരുടെ കണ്ണിൽപ്പെടാത്ത വലിയൊരു മരപ്പൊത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറാം. അയ്യോ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് അത്ര ദൂരം പോകാൻ എളുപ്പമാണോ? അത് നോക്കണ്ട, ആദ്യം കുഞ്ഞുങ്ങളെ കൂടാതെ നമുക്കൊന്ന് പോയി നോക്കാം. അച്ഛനും അമ്മയും പറന്നകന്നത് കുഞ്ഞുങ്ങൾ അറിഞ്ഞതേയില്ല. അച്ഛൻ മടങ്ങി വന്നത് തീറ്റയും കൊണ്ടല്ല. ഹേണിക്കത് മനസ്സിലായി. കൂട്ടത്തിൽ ചെറുതായ ഹോണിയെ കൊക്കിൽ കൊത്തിയെടുത്ത് അച്ഛൻ പറന്നു. അയ്യോ, അച്ഛൻ എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നത്? ഹേണി അത്ഭുതപ്പെട്ടു. തിരിച്ചു വന്ന് അച്ഛൻ പറഞ്ഞു, മക്കളെ, കൂടുതൽ വലിപ്പവും സുരക്ഷിതത്വവുമുള്ള ഒരു കൂട് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയും കുഞ്ഞുമോളും അവിടെയുണ്ട്. നിങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകാം. കുഞ്ഞുങ്ങൾക്ക് ആവേശമായി. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോരുത്തരെയും ചുണ്ടിലും വായ്ക്കകത്തും ഇരുത്തി അച്ഛൻ പറന്നു. ഒടുവിലാണ് ഹേണിയുടെ ഊഴം വന്നത്. അവന് ഭയം തോന്നി. എത്ര ഉയരത്തിലാണ് അച്ഛൻ പറക്കുന്നത്? കൊക്കൊന്ന് അയഞ്ഞാൽ ഞാൻ താഴെ വീഴില്ലേ? അവൻ കണ്ണടച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് ചിന്തിച്ചു. ഞാൻ എന്തിനു ഭയക്കണം? അച്ഛനല്ലേ കൊണ്ടുപോകുന്നത്. അച്ഛൻ്റെ ഒപ്പം പോകുന്നതിനേക്കാൾ സുരക്ഷിതമായ യാത്ര വേറെയുണ്ടോ? അച്ഛൻ്റെ കൊക്കിനേക്കാൾ സുരക്ഷിതമായ ഒരിടമേതാണ്? അവൻ ധൈര്യമായി വഴിയിലെ കാഴ്ചകൾ കണ്ട് അച്ഛൻ്റെ ചുണ്ടിൽ അഭിമാനത്തോടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു മരത്തിലെ പുതിയ കൂട് കണ്ടു. ഹായ്, ചേട്ടൻ വന്നേ! കുഞ്ഞുങ്ങൾ വിളിച്ചു കൂവി. ഹേണി അമ്മയുടെ ചിറകിനടിയിലിരിക്കുന്ന ഇളയ കുഞ്ഞുങ്ങളുടെ അടുത്തെത്തി അഭിമാനത്തോടെ പറഞ്ഞു, അച്ഛനോടൊപ്പം വന്നപ്പോൾ എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. അത് കേട്ട് മറ്റുള്ളവർ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കാണോ ഭയം? അച്ഛനുള്ളപ്പോൾ എന്തിനാണ് ഭയം? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ തീറ്റയുമായി മടങ്ങിയെത്തി. ഹേണി സ്നേഹത്തോടെ അച്ഛൻ്റെ ചിറകുകളിൽ കൊക്കുരുമി.